ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. അതിനു മുന്നേ പറയാനുള്ള കാര്യം, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളിപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വലുതായി വരുന്ന റീഡിംഗ് ആണ്. പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് മാത്രമാണ് ഇവിടെ ആവശ്യം. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് നോക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ളത് നമ്മൾ നോക്കുകയാണ്. തേർഡ് പാർട്ടി ഉണ്ടോ, എന്തുകൊണ്ടാണ് എന്നൊക്കെ നമ്മൾ നോക്കുകയാണ്. 2 കാർഡ് കിട്ടിയിട്ടുണ്ട്. 9 ഓഫ് സ്വാർഡ്സ്, ഹെർമിറ്റ്, ട്രീ ഓഫ് വാൻഡ്സ് റിവേഴ്സ് ആണ്, കിങ് ഓഫ് സ്വാർഡ്സ്, സെവൻ ഓഫ് വാൻഡ്സ്, നയൻ ഓഫ് സ്വാർഡ്സ്, Eight of Wands, Tree of Pentacle. 2 കാർഡും കൂടി എടുക്കാം. Knight of Wands, ഇവിടെ 6 of Pentacle റിവേഴ്സ് ആണ്. ഇത് കൂടുതലും പെൻറ്റക്കിൾ കാർഡ്സ് ആണോ കിട്ടിയിട്ടുള്ളത്? ഹെർമിറ്റിൻ്റെ എനർജിയിൽ നമുക്ക് തുടങ്ങാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, സാഹചര്യം എന്ന് പറയുന്നത് ഹെർമിറ്റിൻ്റെ എനർജിയാണ്. അവർ നിങ്ങളെ അത്രയേറെ മിസ് ചെയ്യുന്നെന്നാണ് ആദ്യത്തെ കാർഡ് പറയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർ തനിച്ചായതുപോലെ ഫീൽ ചെയ്യുന്നു. അവരിലെ ഇന്നർ റിഫ്ലക്ഷനെയാണ് കാർഡ് പറയുന്നത്. ഇന്ന് അവർ ഏകാന്തത അനുഭവിക്കുന്നുണ്ട്. സോൾ സെർച്ചിങ് എന്നാണ് കാർഡ് പറയുന്നത്. ഇന്നർ വിസ്ഡമാണ് ഇവിടെ കാണിക്കുന്നത്. സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു മെൻറ്റർ ഇവിടെ കാണിക്കുന്നു. അത് അവരിലേക്ക് ഒരു മാർഗനിർദ്ദേശം നൽകുന്നു. തിരക്ക് പിടിച്ചിട്ടുള്ള ജീവിതത്തിൽ നിന്നും, ബിസി ലൈഫിൽ നിന്നും മാറിയിരിക്കാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുകയാണ്. അവർക്ക് സ്വസ്ഥമായിട്ട് ചിന്തിക്കുവാനും ആശയവിനിമയം നടത്തുവാനും പ്രവർത്തിക്കുവാനും അവർ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളിൽ നിന്നും ഇപ്പോൾ അവർ സെപ്പറേഷനിലാണ്, നോ കോണ്ടാക്റ്റിലാണെങ്കിൽ, അവരുടെ ബിസി ആയിട്ടുള്ള ജീവിതത്തിൽ നിന്നും, തിരക്ക് പിടിച്ചിട്ടുള്ള ജീവിതത്തിൽ നിന്നും അവർ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ ഒരു കാര്യം അവരിലിപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് തിരിച്ചറിവ് വരുമ്പോൾ അവർ അവരുടെ ചിന്തയ്ക്കൊത്ത് അവരെന്താണോ ചിന്തിക്കുന്നത് ആ കാര്യത്തിലേക്ക് പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് കാർഡ്സ് പറയുന്നത്. ഇവിടെ അവർ തന്നെ വിചാരിച്ചാലേ, അവർ തന്നെ പ്രവർത്തിച്ചാലേ അവരിലേക്കൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാകൂ എന്ന തിരിച്ചറിവ് അവരിലേക്ക് വന്നിട്ടുണ്ട്. അത് തന്നെയാണ് അവർ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട്, യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് അവർ അന്വേഷിക്കുകയാണ്. അവർക്ക് ചുറ്റുമുള്ള എനർജീസ് ഒന്നും അവരുടെ മനസ്സിലാക്കുന്നില്ല, അവരുടെ മനസ്സിനെ മനസ്സിലാക്കുന്നില്ല. ഇവിടെ യൂണിവേഴ്സ് മാത്രമാണ് ഇന്ന് അവരെ മനസ്സിലാക്കുന്നത്. ആ ഒരു പ്രപഞ്ചത്തോട് പ്രാർത്ഥിക്കുന്ന, പ്രപഞ്ചത്തിലേക്ക് ചേരാനായിട്ട് ആഗ്രഹിക്കുന്ന, നിങ്ങളിലേക്ക് എത്താനായിട്ട് ആഗ്രഹിക്കുന്ന, തനിച്ചായിട്ടുള്ള, ആരാലും മനസ്സിലാക്കപ്പെടാത്ത ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളായിരിക്കണം അവരെ അവരായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നത് അതുതന്നെയാണ് യൂണിവേഴ്സ് സെക്കൻഡ് കാർഡിലും കാണിച്ചു തരുന്നത്. ഇവിടെ 9 ഓഫ് സ്വാർഡ്സ് കാർഡാണ്. നൈറ്റ് മെയർസ് കാണുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അവർക്ക് അവരെ തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ അവർ കടന്നു പോകുന്നു. രാത്രി കാലങ്ങളിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് അവരിൽ ഉള്ളത്. അവർ ചെയ്തിട്ടുള്ള തെറ്റ്, അവർ നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങൾ എല്ലാം അവർക്ക് ഓർമ്മ വരികയാണ്. വളരെയേറെ ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്.
ഫിയറിനെയാണ് കാണിക്കുന്നത്. ഫിയർ എന്ന് പറയുമ്പോൾ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം അവരാണ് ഇത്രയേറെ തെറ്റ് ചെയ്തിട്ടുള്ളത്, നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ളത് എന്ന് അവർ തിരിച്ചറിയുന്ന നിമിഷത്തിലൂടെ അവർ കടന്നു പോവാണ്. ഇവിടെ ഒരു ഇല്യൂഷനിലൂടെ പോയിട്ടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളെ അവർക്ക് തിരിച്ചു വേണമെന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി അവർ ചെയ്ത തെറ്റിനാൽ മാത്രമാണ് ഇന്ന് അവർ ഇത്രയേറെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നത് എന്നവർ തിരിച്ചറിയുന്നു. കുറച്ച് പേരൊക്കെ ഡിപ്രഷൻ്റെ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. അവർക്ക് വളരെയേറെ വേദനയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ രാത്രികാലങ്ങളിൽ നിങ്ങളെ അത്രയേറെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളും അവരും സംസാരിച്ചിരുന്ന നിമിഷങ്ങൾ, ഒപ്പമുണ്ടായിരുന്ന സന്ദർഭങ്ങളെല്ലാം അവരിലേക്ക് വരുന്നുണ്ട്. കഴിഞ്ഞുപോയ ദിവസങ്ങളെല്ലാം അവർക്കിപ്പോൾ സ്വപ്നം പോലെ തോന്നുകയാണ്, അല്ലേ? യാഥാർത്ഥ്യമല്ലല്ലോ ഇപ്പോൾ. ആ യാഥാർത്ഥ്യത്തിലേക്ക് എത്തണം. അതിനു വേണ്ടിയിട്ടാണ് അവരിപ്പോൾ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളാണ് അവരുടെ മനസ്സിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പാസ്റ്റിലാണ് അവർ അത്രയും ഹാപ്പി ആയിട്ട് ഉണ്ടാവുക. ഇന്ന് അവർക്ക് നിങ്ങൾ കൂടെയില്ല. അത് തന്നെയാണ് ആദ്യത്തെ കാർഡിലെ സോൾ സെർച്ചിയാണ്. ആത്മാവിനെ അന്വേഷിക്കുകയാണ്, നിങ്ങളെ അന്വേഷിക്കുകയാണ്. തെറ്റുകൾ യൂണിവേഴ്സ് ഓരോന്നായിട്ട് അവരിലേക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ആരാണ് അവരെ അത്രയേറെ സ്നേഹിച്ചിട്ടുള്ളത് എന്ന് അവരിലേക്ക് ഒരു തിരിച്ചറിവ് കൊണ്ടുവരികയാണ്. ഇവിടെ 3 of Wands റിവേഴ്സ് ആണ്, നിങ്ങളുടെ എനർജിയാണ്. ഇവിടെ നിങ്ങൾ വലിയ സ്വപ്നങ്ങളൊന്നും കാണുന്നില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഒരു കടിഞ്ഞാണ് ഇട്ടതുപോലെയാണ് നിങ്ങളിപ്പോൾ, അല്ലേ? സ്വപ്നങ്ങൾ സ്വപ്നമായി തന്നെ ഇരിക്കട്ടെ. ഇവിടെ നിങ്ങൾക്ക് ചില സന്ദർഭങ്ങളിൽ ബ്ലോക്ക് എനർജി വരുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക തന്നെയാണ് ചെയ്യുന്നത്. എങ്കിൽ കൂടിയും ഇവിടെ ഒരു ബ്ലോക്ക് എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു ഡിലേ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ചുറ്റുമുള്ള നെഗറ്റീവ് എനർജീസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് എന്ന് കാർഡ്സ് പറയുന്നു. അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒരു നെഗറ്റീവ് ഫീൽ വരികയാണ്. അത് മാറാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് കൊണ്ടുവരിക, യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക, യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്തുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ സാധിപ്പിച്ചു തന്നതിന്, എന്താണോ നിങ്ങളുടെ ആഗ്രഹം സാധിപ്പിച്ചു തന്നതിന് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക. പേഴ്സണൽ റീഡിങ്ങിന് വരുന്നവർക്ക് ഞാൻ പ്രേയേഴ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ മാറ്റം തന്നെയാണ് വരുന്നത്. നിങ്ങളിലെ നെഗറ്റീവ് എനർജി റിമൂവ് ആവും. ഓക്കെ, ഇവിടെ നിങ്ങൾക്കിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയ ഡിലേസ് ആണ്. നിങ്ങളുടെ പേഴ്സണെ കുറിച്ചുള്ള ഓർമ്മകളും വരുന്നുണ്ട്. എപ്പോഴൊന്നല്ല, എന്തെന്നറിയില്ല. ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്ക് അത്രയേറെ മിസ് ചെയ്തിട്ടുണ്ട്. അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ വന്നിട്ടുണ്ട്. ആ ഒരു ഓർമ്മകൾ നിങ്ങൾക്ക് ഇന്നൊരു എനർജി ലോസിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇന്നത്തെ ദിവസമാണ് പറയുന്നത് കേട്ടോ, അല്ലേ? ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അവരെ നല്ല രീതിയിൽ മിസ് ചെയ്തിട്ടുണ്ട്. അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ വന്നിട്ടുണ്ട്. ഒന്നും ചെയ്യാനായിട്ട് സാധിക്കാത്തൊരവസ്ഥയിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഇന്ന് ചെയ്യാനായിട്ട് കുറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം. ഇന്നലെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഒരു ഡിലേ ഇന്ന് വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് പറയട്ടെ? ഇവിടെ കിട്ടിയിട്ടുള്ള കാർഡ് കിങ് ഓഫ് സോർട്സ് ആണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇവിടെ അവരിലെ ക്ലിയർ തിങ്കിങ്ങിനെയാണ് കാണിക്കുന്നത്. സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേറ്ററെ കാണിക്കുന്നു. അവർ നിങ്ങളെ ഇന്ന് നല്ല രീതിയിൽ ഓർത്തിട്ടുണ്ട്. നിങ്ങളെ അവർക്ക് മിസ് ചെയ്തിട്ടുണ്ട്. ലോജിക് റൂൾസ് ആൻഡ് ലോ എന്നാണ് കാർഡ് പറയുന്നത്. ഇവിടെ ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നത്, ഏതൊക്കെ വ്യക്തികൾ മുഖാന്തിരമാണോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത്, ഇവിടെ കുറേ കാര്യങ്ങൾ തിരിച്ചറിയുന്ന നിമിഷത്തെയാണ് കാണിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ അവരോട് എന്തെങ്കിലും നെഗറ്റീവായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം. ഇന്ന് തിരിച്ചറിവ് വരുമ്പോൾ ആ സത്യം അവർ മനസ്സിലാക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുതന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് തയ്യാറായി കഴിഞ്ഞു എന്ന് കാർഡ്സ് പറയുന്നത്. അവരിലെ ഡിസിഷൻ മേക്കിങ്ങിനെ യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നു. നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത തന്നെയാണ് അവരിലുള്ളത്. ഇവിടെ ഒരു ഫ്യൂച്ചർ തന്നെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ പോസിറ്റീവായിട്ടുള്ള എനർജീസ് തന്നെയാണ്, ഏഞ്ചൽസ് തന്നെയാണ് നിങ്ങളിലേക്ക് ബ്ലെസ്സിങ്സ് കൊണ്ടുവരുന്നത്. തിരിച്ചറിവ് വരണം. അവർ തിരിച്ചറിവിൻ്റെ സമയമായി എന്ന് യൂണിവേഴ്സ് നമ്മളോട് പറയുകയാണ്. അവർ യാത്ര ചെയ്യുകയാണ് നിങ്ങളിലേക്ക് വരുവാനായിട്ട്. അവരെടുത്ത തീരുമാനത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരികയാണ്. അത്രയും ഫാസ്റ്റായിട്ട് തന്നെയാണ്, ഒരു കിങ്ങിൻ്റെ എനർജിയിൽ തന്നെയാണ് അവർ തീരുമാനം എടുത്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് 7 of Wands ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ്. ഇന്ന് അവർ അവരുടെ എനർജിയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അവർ തന്നെയാണ് അവരുടെ കാര്യങ്ങൾ നോക്കുന്നത്.
മറ്റുള്ള വ്യക്തികൾ അവരുടെ ലൈഫിൽ നല്ല രീതിയിൽ ഇടപെട്ടിരുന്നു. എന്നാൽ ഇന്ന് അവർക്ക് തന്നെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. സ്വയം അവര് തീരുമാനങ്ങൾ എടുത്തു തുടങ്ങി. നിങ്ങളും അവരും ഒരുമിച്ചുള്ള നിമിഷത്തിലെ പാസ്റ്റിൽ അവർക്ക് തീരുമാനമെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായില്ല. ആ തീരുമാനമെടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ് നിങ്ങളും അവരും സെപ്പറേഷൻ വരാൻ കാരണവും. എന്നാൽ തിരിച്ചറിവ് വരുമ്പോൾ അവരുടെ ലൈഫിന്റെ പ്രോഗ്രസ് അവർ മാത്രമാണ് നോക്കുന്നത്. മറ്റുള്ളവർക്ക് ഇവർക്ക് അത്രയേറെ പ്രാധാന്യമൊന്നുമില്ല. മറ്റുള്ളവർ അവരുടെ പാട്ടിന് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു തിരിച്ചറിവ് അവരിൽ വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു ലൈഫിൽ എന്നെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്താലേ, എൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് നോക്കിയാലേ എനിക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകൂ എന്ന് അവർ തിരിച്ചറിയുന്ന നിമിഷത്തെ ഇവിടെ കാണിക്കുന്നു. സെൽഫ് എക്സ്പ്രഷനെ കാണിക്കുന്നു. അപ്പോൾ ന്യൂ ഐഡിയ അവരുടെ മനസ്സിലുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്, ആക്ഷൻ എടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. അവരിലെ ഗ്രോത്ത് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. അവരിലെ പുരോഗതി തന്നെയാണ് കാർഡ്സ് പറയുന്നത്. അത് നിങ്ങളിലേക്കുള്ള ആക്ഷൻ എടുക്കുമ്പോഴാണ് അവരിലേക്ക് യൂണിവേഴ്സ് ബ്ലെസ്സിങ്സ് കൊടുക്കുന്നത്. ഇവിടെ എന്തുകൊണ്ടും അർഹനായിട്ടുള്ള അല്ലെങ്കിൽ അർഹയായിട്ടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. അവർ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളെ സ്വീകരിക്കുവാനായിട്ട് അർഹനാണ് അല്ലെങ്കിൽ അർഹയാണ് എന്നാണ് പറയുന്നത്. പൂർണ്ണമായിട്ടും അവർ നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തുന്നത്. ആ ഒരു തീരുമാനം സത്യസന്ധമായിട്ടുള്ളതാണ്, തിരിച്ചറിവ് വന്നുകൊണ്ടാണ് എന്ന് പറയുന്നു. അവരിലെ കഴിഞ്ഞുപോയ കാലഘട്ടത്തെ അവർക്ക് എന്താണ് ഉണ്ടായിട്ടുള്ളത്, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് കാർഡ്സ് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ 9 ഓഫ് സോർട്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. മറ്റുള്ള വ്യക്തികളാൽ അവരുടെ കണ്ണ് ബന്ധിക്കപ്പെട്ടിരുന്നു, ശരീരമാകെ ബന്ധിക്കപ്പെട്ടിരുന്നു. അവരാണ് തീരുമാനമെടുത്തിരുന്നത്. അവർ കാരണം തന്നെയാണ് നിങ്ങളിലേക്ക് അവർ വരാനായിട്ട് ഇത്രയും കാലം ഒരു ഡിലേ ഉണ്ടായിട്ടുള്ളത്, കാലതാമസം ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നോക്കൂ. 8 ഓഫ് സോർട്സ് കാർഡ് എന്ന് പറയുമ്പോൾ അവരിൽ ഉണ്ടായിട്ടുള്ള ഒരു സ്റ്റക്ക് എനർജിയെ ആണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. സത്യങ്ങൾ മറയ്ക്കപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളെന്ന വ്യക്തിയെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു രൂപം, പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ അവർ അറിഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും ഇപ്പോൾ താൽക്കാലികമായിട്ട് മാറി നിന്നിട്ടുള്ളത്. ഇപ്പോഴെന്ന് പറയുമ്പോൾ കഴിഞ്ഞ കുറച്ച് കാലം വരേക്കും അവർ മാറി നിന്നിട്ടുള്ളത് എന്ന് യൂണിവേഴ്സ് പറയുന്നു. ഇന്ന് അവർ തിരിച്ചറിയാണ്, ഓൾഡ് സ്റ്റോറിയാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ളത് അവർ വിശകലനം ചെയ്യാണ്. അവിടെ അവർ ചിന്തിച്ചു കൂട്ടുകയാണ്. തെറ്റുകൾ തിരുത്തിക്കൊണ്ട് നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ യൂണിവേഴ്സ് അവരിലേക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞു. അവർ ഹീലാക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന തന്നെയാണ് അവർ ഹീലിങ്ങിലേക്ക് എത്തുന്നത്. എവരിഡേ ഹീലിംഗ് നടക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പ്രെയർ തന്നെയാണ്, നിങ്ങളുടെ ആഗ്രഹം തന്നെയാണ്. തിരിച്ചറിവ് വന്നുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അവരെടുക്കാൻ പോകുന്ന ആക്ഷനെ, യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജിനെയാണ് ഇവിടെ 8 ഓഫ് വാൻഡ്സ് കാർഡ് പറയുന്നത്. വലുതും ചെറുതുമായിട്ടുള്ള ആഗ്രഹങ്ങൾ കാണിക്കുന്നുണ്ട്. അതിൽ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളിലേക്ക് തന്നെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. സ്പീഡായിട്ടുള്ള ആക്ഷൻ തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്കമിങ് പോസിറ്റീവാണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളിലേക്ക് ഒരു ഗുഡ് ന്യൂസ് എത്തുകയാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഡിസിഷനെയാണ് കാർഡ് പറയുന്നത്. അവർ തീരുമാനമെടുത്ത് കഴിഞ്ഞു. നിങ്ങളെന്ന ആ ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് ലയിക്കാനായിട്ട്, കൂടി ചേരുവാനായിട്ട്, നിങ്ങളുമൊത്തുള്ള ഒരു ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാർഡ്സ് പറയുന്നത്. നിങ്ങളുടെ എനർജിയാണ് ട്രീ ഓഫ് പെൻഡക്കിൾ. ഒരു കമ്മ്യൂണിറ്റിയാണ് കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിങ്ങൾ ഉണ്ടായിട്ടുള്ള അനുഭവം 3 ദിവസം മുന്നേ അല്ലെങ്കിൽ 3 ദിവസം ശേഷത്തെ ഒരു കാര്യമാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട കുറച്ച് വ്യക്തികളുമായിട്ടുള്ള കൂടിച്ചേരൽ, സന്തോഷ നിമിഷം എന്നൊക്കെ തന്നെയാണ് കാർഡ്സ് പറയുന്നത്. അപ്പോൾ ഒത്തുചേരൽ നിങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വ്യക്തികളുമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ കാണിക്കുന്നത്, അല്ലേ? ഒരു ചെറിയ ഫംഗ്ഷനൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഇവിടെ പെൻഡക്കിൾ എന്ന് പറയുമ്പോൾ ചെറിയ രീതിയിലുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും കാണിക്കുന്നുണ്ട്, കൂട്ടായ ഒരു പ്രവർത്തനത്തെയും കാണിക്കുന്നുണ്ട്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവറിൽ സംഭവിച്ചിട്ടുള്ള ഒരു കൂട്ടായ പ്രവർത്തനം, അതിലൂടെ നിങ്ങൾക്ക് വന്ന ഏണിങ്സിനെയും കാണാം, നിങ്ങൾ ഒത്തുചേർന്നിട്ടുള്ള നിമിഷത്തെയും കാണാം. ഓക്കെ, ഫയറാണ് കാണിക്കുന്നത്. നൈറ്റ് ഓഫ് വാൻഡ്സ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ്. ആക്ഷൻ എടുത്ത് കഴിഞ്ഞു. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങളെ അവർ പൂർണ്ണമായിട്ടും അവരിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇവിടെ
അവർ അവരുടെ പാഷനെ ഫോളോ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. കറേജ് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇൻസ്പയർഡ് ആക്ഷനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഇവിടെ അവരെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അഡ്വഞ്ചറായിട്ട് അവരെടുക്കുന്ന തീരുമാനം, അവർ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് കാണിക്കുന്നത്. ഇവിടെ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അവരെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. 6 ഓഫ് പെന്റക്കിൾ റിവേഴ്സ് ആണ്. ഇവിടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറുടെ എനർജിയാണ്. നിങ്ങളിലേക്ക് ധാരാളമായിട്ട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്നു എന്നാണ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് ഒരുപാട് സാധ്യതകൾ യൂണിവേഴ്സ് കാണിച്ചു തരാണ്. ഈ വർഷം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് കാർഡ്സ് പറയുന്നത്. ഒരു കാര്യം കൂടിയുണ്ട്, നമ്മൾ പുരോഗതിയുടെ വക്കിലാണ്. നമ്മൾ ഒരുപാട് പെന്റക്കിൾസ് റിസീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെന്ന് പറയുമ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർ. അപ്പോൾ ഇവിടെ സഹായം ചെയ്യാൻ മടി കാണിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുമ്പോഴേ സഹായം ചെയ്യാനായിട്ട് മടി കാണിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പാടില്ല. നമ്മൾക്ക് വരുന്ന ഒരു സ്റ്റെബിലിറ്റിക്കൊപ്പം തന്നെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാനും തയ്യാറാവണം എന്നാണ് കാർഡ്സ് പറയുന്നത്. കേട്ടോ? അപ്പോൾ എന്താ യൂണിവേഴ്സ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു വർഷം എന്ന് പറയുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവർക്ക് ഫിനാൻഷ്യൽ പരമായിട്ടൊരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചേക്കാളും കൂടുതൽ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് തരാണ്. അപ്പോൾ ആരെങ്കിലും ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ വിശക്കുന്ന വയറിന് ഭക്ഷണം കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും സഹായം ചെയ്യാൻ യൂണിവേഴ്സ് പറയാണ്. കേട്ടോ? മടി കാണിക്കരുത് എന്ന് പറയാണ്. എല്ലാവർക്കും എന്നല്ല, കുറച്ച് പേർക്ക് ഒരു അലസത കാണിക്കുന്നുണ്ട്, കൊടുക്കാനുള്ളൊരു മടിയെ കാണിക്കുന്നുണ്ട്. അധികമൊന്നും വേണ്ടാന്നേ, കുറച്ച് പേർക്ക് ഭക്ഷണം കൊടുത്താൽ മതി. കേട്ടോ? ആരും കൊടുക്കാനില്ലാത്തവരുണ്ടാവുമല്ലോ, ആരും സഹായിക്കാൻ ഇല്ലാത്തവരുണ്ടാവുമല്ലോ, അവർക്ക് കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ ചെയ്തൊരു കാര്യമാണ്, പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യാം. ഓക്കെ? നിങ്ങളോട് യൂണിവേഴ്സ് അതാണ് പറയുന്നേ. ചെയ്യൂ കേട്ടോ, നന്മയെ വരുള്ളൂ. 1-2 പേർക്കൊക്കെ ഭക്ഷണം കൊടുത്താൽ പുണ്യം തന്നെയാണ്. ഓക്കെ? അപ്പം നിങ്ങളുടെയാണ് തീരുമാനം. നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത്. വോയിസൊക്കെ കുറച്ചായിട്ട് അടഞ്ഞ് വരികയാണ്. ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ്, അതുകൊണ്ട് വോയിസ് അടഞ്ഞു വരികയാണ്. അപ്പോൾ റീഡിങ് ഞാൻ പെട്ടെന്ന് നിർത്തുകയാണേ. നാളെ നമുക്ക് ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. ടൈം കാർഡ് കൂടി മാത്രമേ ഞാൻ എടുക്കണുള്ളൂ കേട്ടോ. സംസാരമൊക്കെ കുറച്ച് മോശമായിട്ട് വരികയാണ്, അടഞ്ഞിട്ടേ. അപ് ടു 5 വീക്സ് അതിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും കേട്ടോ. ഇൻ 20 ഡേയ്സ് അവർ ആക്ഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. തീരുമാനം അവരുടേതാണ്, മറ്റുള്ളവരുടെ ഇടപെടലൊന്നും ഇല്ല. അപ്പോൾ അവർ തന്നെയാണ് തീരുമാനം എടുക്കുന്നത്. ഇൻ 3 വീക്സ് ഇന്ന് നിങ്ങളെ അവർക്ക് നല്ല രീതിയിൽ മിസ് ചെയ്തിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേര് അവരെ അത്രയേറെ ഒരു സ്വപ്നം കാണുന്ന പോലെയൊക്കെ കാർഡ്സ് കാണിക്കുന്നുണ്ട്. അത് ഞാൻ എടുത്ത് പറയാൻ മറന്നുപോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇവിടെ നിങ്ങൾക്ക് അവരെ മിസ് ചെയ്യുന്നത്. കേട്ടോ? അപ്പോൾ അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വ്യക്തികളുടെ ഇടപെടൽ കാണിക്കുന്നുണ്ട്. കാരണം കണ്ണ് കെട്ടിയിട്ടുണ്ട്, ശരീരം മൊത്തമാകെ വരിഞ്ഞ് കെട്ടിയിട്ടുണ്ട്. അത് വ്യക്തികളുടെ ഇടപെടലാണ്. ഒരു വ്യക്തി ആയിരിക്കണം എന്നില്ല, 1-2 വ്യക്തികളായിരിക്കാം. ഓക്കെ? അവരുടെ വാക്കോ പ്രവൃത്തിയോ ഒക്കെ തന്നെയാണ് ഈ ഒരു സെപ്പറേഷൻ്റെ കാരണം. എന്നാൽ തിരിച്ചറിവ് വന്നിട്ടുണ്ട്. അപ്പോൾ റീഡിങ് ഞാൻ നിർത്തുകയാണ്. റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ? കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. നിങ്ങളുടെ സ്വന്തം നിംസ്.